നമസ്കാരം. മലപ്പുറം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ആദ്യ വോട്ട് വീഴാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. 6 നിയമസഭാ മണ്ഡലങ്ങളിലെയും തിരഞ്ഞെടുപ്പിൻ്റെ ചൂടും ചൂരും നമ്മുടെ ചിഹ്നത്തിലൂടെ പ്രേക്ഷകർ അറിഞ്ഞു കഴിഞ്ഞു. ഇന്ന് 7ാം മണ്ഡലമാണ് പെരിന്തൽമണ്ണയിൽ. എല്ലാവർക്കും നമ്മുടെ ചിഹ്നത്തിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണ UDFന് എന്നും മുൻതൂക്കം നൽകിയിട്ടുള്ള മണ്ഡലമാണ്. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നുമാണ് പെരിന്തൽമണ്ണ. പക്ഷേ സമീപകാല ചരിത്രം പറയുന്നത് ഇത് ഏകപക്ഷീയമായ മത്സരമല്ല പെരിന്തൽമണ്ണയിൽ ഇപ്പോൾ നടക്കുന്നത് എന്നാണ്. ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 579 വോട്ടിന് ഭൂരിപക്ഷം മാത്രമാണ് UDFന് ലഭിച്ചത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അഹമ്മദിന് മലപ്പുറത്ത് ഏറ്റവും കുറവ് ഭൂരിപക്ഷം നൽകിയ മണ്ഡലം കൂടിയാണ് പെരിന്തൽമണ്ണ. അത്തരത്തിൽ നോക്കുമ്പോൾ പെരിന്തൽമണ്ണയിലെ പോരാട്ടം വളരെ കനത്തതാണ്. ഇവിടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ UDFും പരമാവധി വോട്ട് പിടിക്കാൻ LDFും കിണഞ്ഞു പരിശ്രമിക്കുകയാണ്. BJPയും പലയിടങ്ങളിലായി സാന്നിധ്യം കാണിച്ചിട്ടുമുണ്ട്. മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം കണ്ട ശേഷം തിരിച്ചു വരാം. ചരിത്രം UDFനൊപ്പമെങ്കിലും ഇടതുപക്ഷം പ്രതീക്ഷയോടെ കാണുന്ന മണ്ഡലമാണ് പെരിന്തൽമണ്ണ. EMSന്റെ ജന്മസ്ഥലമായ ഏലംകുളം ഉൾപ്പെടുന്ന മണ്ഡലം ഒരു തവണ ഇടതുപക്ഷം പിടിക്കുകയും ചെയ്തു. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിയ വ്യത്യാസത്തിലാണ് മണ്ഡലം UDFന്റെ കയ്യിലെത്തിയത്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തു നിന്ന് മുസ്ലിം ലീഗിലേക്ക് കൂടുമാറിയ മഞ്ഞളാംകുഴി അലി 9589 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ചു. മണ്ഡലം ആദ്യമായി പിടിച്ചെടുത്ത CPMലെ ശശികുമാറാണ് പരാജയമറിഞ്ഞത്. വോട്ടിംഗ് നില ഇങ്ങനെ: 2014 ലോക്സഭയിൽ അഹമ്മദിന് കുറഞ്ഞ ഭൂരിപക്ഷം നൽകിയ മണ്ഡലങ്ങളിലൊന്നാണ് പെരിന്തൽമണ്ണ. 10164 വോട്ടാണ് അഹമ്മദിന് പെരിന്തൽമണ്ണ നൽകിയ ഭൂരിപക്ഷം. വോട്ടിംഗ് നില: ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ഞളാംകുഴി അലി വിജയം ആവർത്തിച്ചു. പക്ഷേ ഭൂരിപക്ഷം 579 വോട്ട് മാത്രമായി കുറഞ്ഞു. വി ശശികുമാറിന് നിരാശ. വോട്ടിംഗ് നില: ിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFനാണ് മേൽക്കൈ. പെരിന്തൽമണ്ണ നഗരസഭയും ഏലംകുളം, പുലാമന്തോൾ, മേലാറ്റൂർ പഞ്ചായത്തുകളും LDF നേടി. 3 പഞ്ചായത്തുകൾ UDFനൊപ്പമാണ്. വ്യത്യസ്ത നിലപാടുള്ള ആളുകൾ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യുന്നത് ജനാധിപത്യത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ചിഹ്നത്തിൽ ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് മുൻ MLA അബ്ദുറഹ്മാൻ രണ്ടത്താണി. UDFനെ പ്രതിനിധീകരിച്ചാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. NDA പ്രതിനിധീകരിച്ച് BJP ജില്ലാ ജനറൽ സെക്രട്ടറി രശ്മിൽനാഥ്, LDFനെ പ്രതിനിധീകരിച്ച് CPM ജില്ലാ കമ്മിറ്റി അംഗം CH ആഷിഖ് എന്നിവരാണ്. ഒപ്പം ഒട്ടേറെ വോട്ടർമാരും ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കുചേരും. ആദ്യം ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണിയിലേക്ക്. എന്തിന് PK കുഞ്ഞാലിക്കുട്ടിയെ മലപ്പുറത്തുകാർ തിരഞ്ഞെടുക്കണം? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട അഹമ്മദ് സാഹിബിൻ്റെ നിയോജകമണ്ഡലമാണിത്. അദ്ദേഹത്തിൻ്റെ മരണക്കിടക്കയിൽ വരെ രാജ്യം ഭരിക്കുന്ന സർക്കാരിൻ്റെ ഫാസിസ്റ്റ് മുഖം പ്രകടമായ ഒരു തെരഞ്ഞെടുപ്പ്. എന്ന് മാത്രവുമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ ഫാസിസ്റ്റ് BJPക്കെതിരായി രാജ്യത്തിലെ മതേതര കക്ഷികളുടെ യോജിച്ച കൂട്ടായ്മ അനിവാര്യമാണെന്ന ഒരു മെസ്സേജ് കൂടിയുണ്ട്. അതിനാര് നേതൃത്വം കൊടുക്കുമെന്നത് കൂടി ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകതയാണ്. 5 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന നിലയ്ക്ക് മതേതര കക്ഷികൾക്ക് ഉയർത്തിക്കാണിക്കാൻ കഴിയുന്നത് കോൺഗ്രസിനെയാണ്. കോൺഗ്രസിനോടൊപ്പം നിന്നുകൊണ്ട് BJPക്ക് ബദൽ സൃഷ്ടിക്കുക എന്നത് മാത്രമാണ് രാജ്യത്തിലെ മതേതര ശക്തിയുടെ മുമ്പിലുള്ള ഏകമാർഗം. ഇടതുപക്ഷമാകട്ടെ അനുദിനം തകർന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UPയിൽ മാത്രം കിട്ടിയത് 40-ലധികം സീറ്റ് ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന UPയിൽ കേവലം 360 വോട്ടാണ് കിട്ടിയത്. എന്ന് മാത്രമല്ല, പശ്ചിമ ബംഗാളിലടക്കം അവർ തകർന്ന് CPM ഓഫീസുകൾ BJP ഓഫീസുകളായി വരുന്നു. സീതാറാം യെച്ചൂരിക്ക് പോലും രാജ്യസഭയിൽ എത്തണമെങ്കിൽ
കോൺഗ്രസിൻ്റെ പിന്തുണ വേണം എന്ന പരുവത്തിലേക്ക് ഇന്ന് ആ പാർട്ടി എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് തീർച്ചയായും രാജ്യത്ത് ഒരു മതേതര ബദലുണ്ടാക്കാൻ കോൺഗ്രസിനെ കഴിയൂ എന്നതുകൊണ്ട് കോൺഗ്രസ് ഉൾക്കൊള്ളുന്ന മതേതര മുന്നണി ദേശീയ തലത്തിൽ വരണമെന്നത് ഒരു നിർബന്ധിതാവസ്ഥയായി രാജ്യത്ത് നിലനിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥിയും നമുക്കറിയാം, കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് നല്ല പരിചയസമ്പന്നനാണ് എന്ന് മാത്രമേ എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്നത് പോലെ തന്നെ കേരളത്തിൻ്റെ വികസന രംഗത്ത് കേരളത്തിൻ്റെ താൻ കൈകാര്യം ചെയ്ത വകുപ്പുകളിലുള്ള വിജയത്തിൽ എല്ലാം വളരെയേറെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുകയും IT സാക്ഷരതയിൽ വരെ ലോകത്ത് ആദ്യത്തെ ഗോൾഡൻ നിക്ക് അവാർഡ് മലപ്പുറത്തിന് വാങ്ങിച്ചു കൊടുക്കാൻ മുൻനിരയിൽ നിൽക്കുകയും ചെയ്ത PK കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് ഇവിടെ സ്ഥാനാർത്ഥി എന്നതും ഏറ്റവും വലിയ പ്രത്യേകതയായി നിൽക്കുന്നു. എന്തുകൊണ്ട് MB ഫൈസലിന് മലപ്പുറത്തുകാർ വോട്ട് ചെയ്യണം? എൻ്റെ സുഹൃത്ത് പറഞ്ഞു, മതേതര കക്ഷികളുടെ ഒരു കൂട്ടായ്മ രാജ്യത്ത് രൂപപ്പെട്ടു വരണമെന്നുള്ളതാണ്. സ്വാഭാവികമായും മുസ്ലിം ലീഗ് ഒരു മതേതര കക്ഷിയല്ല, ഒരു മതാധിഷ്ഠിത കക്ഷിയാണ്. അത് തന്നെ എൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ വാദഗതിയുടെ മുനയൊടിക്കുന്ന ഒരു സംഗതിയാണ്. രണ്ടാമത്തെ പ്രശ്നം, കോൺഗ്രസ്സിനെ നമുക്ക് ആശ്രയിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. കോൺഗ്രസ്സിലെ മുസ്ലിം നേതാക്കന്മാർ പോലും BJPയിലേക്ക് ഓടാൻ ഏത് വഴിയാണ് എളുപ്പം എന്നതിനെക്കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം ഇന്ത്യയുടെ മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിനുള്ള കൂട്ടായ്മകൾ രൂപപ്പെട്ടു വരണം. അതിന് കോൺഗ്രസ്സിന് സാധിക്കില്ല, അതിനുള്ള നട്ടെല്ല് ആ പാർട്ടിക്കില്ല എന്ന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാണിച്ചു. ഞങ്ങൾ ഇന്ത്യ രാജ്യത്ത് അവിടെ 500 വോട്ടേ കിട്ടിയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഈ മുട്ടും കൈയില്ലാത്തവൻ ചെറുവിരലില്ലാത്തവനെ കളിയാക്കുന്നത് പോലെയുള്ള ഒരു സംഗതി അതേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാർലമെൻറ്റിൽ ഒരു സീറ്റ് പോകട്ടെ, ഈ ലീഗിന് പ്രതികരിക്കാനുള്ള ധൈര്യമുണ്ടോ? എന്താ, മുസ്ലിം ലീഗിൻ്റെ തന്നെ MLA പറഞ്ഞതാണ്, ലീഗിന് പരിമിതികളുണ്ട് BJPയെ പ്രതിരോധിക്കാൻ എന്നുള്ളതാണ്. ആ പരിമിതി ഉണ്ടെങ്കിൽ പിന്നെ പരിമിതിയുള്ളവരെ നമ്മൾ അങ്ങോട്ട് അയച്ചിട്ട് എന്താ കാര്യം? ഒരു ഭാഗത്ത് വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ രാജ്യത്തിൻ്റെ അധികാരത്തിലിരിക്കുകയും അവർ അതിൻ്റെ ഭാഗമായിട്ടുള്ള അജണ്ടകൾ ഒന്നൊന്നായി നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടമാണ്. ആ ഘട്ടത്തിൽ അതിനെതിരെയുള്ള വലിയ ഒരു ജനകീയ പ്രതിരോധം രൂപപ്പെട്ടു വരേണ്ടതുണ്ട്. ആ പ്രതിരോധത്തിൻ്റെ നേതൃസ്ഥാനത്ത് നിൽക്കാൻ കഴിയുന്ന നിലപാടുള്ളവരാണ് പാർലമെൻറ്റിലെത്തേണ്ടത്. ആ നിലപാട് കൃത്യമായും ഇടതുപക്ഷത്തിനും ഫൈസലിനും മാത്രമേ ഉള്ളൂ. ഓക്കെ, രശ്മിൽനാഥ്, എന്തുകൊണ്ട് ശ്രീപ്രകാശിന് വോട്ട് ചെയ്യണം? ഇവിടെ യഥാർത്ഥ വികസനം ഇവിടുത്തെ പാവപ്പെട്ടവനിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ്, കൃത്യമായ കാര്യപദ്ധതികളുമായിട്ട് തന്നെയാണ് ദേശീയ ജനാധിപത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിനെ വളരെ ഗൗരവത്തോടുകൂടി കണ്ടുകൊണ്ട് നേരിടാൻ തയ്യാറായിട്ടുള്ളത്. ഇവിടെ രണ്ട് കൂട്ടരും പറഞ്ഞു ഇവിടെ മത ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് രക്ഷയില്ലാത്തൊരവസ്ഥയാണ്. ഞാൻ ചോദിക്കട്ടെ, 60 വർഷമായിട്ട് ഒരു ഭരണഘടനയിൽ പോലും മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടതായ അവകാശങ്ങൾ എഴുതി ചേർത്ത് ആ മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളും ഒക്കെയായി മുന്നോട്ട് വന്നിട്ടുള്ള സംരക്ഷകരെന്ന് പറഞ്ഞിട്ടുള്ള ഈ രണ്ട് മുന്നണികളും ഇവിടെ മാറി മാറി ഭരിച്ചിട്ട് പോലും ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളെ യഥാർത്ഥമായ ഒരു ഉന്നതിയിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് രണ്ട് കൂട്ടരും പറഞ്ഞാൽ നമുക്കൊക്കെ വ്യക്തമാണ്. BJPക്ക് കഴിയുമെന്നുള്ളത് കൊണ്ടാണ് UP അടക്കമുള്ള പ്രദേശങ്ങളിൽ, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ മുസ്ലിങ്ങൾ തന്നെ വോട്ട് ചെയ്ത് BJPയെ വിജയിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ വർഗീയത എന്നൊരു വിഷയം തെരഞ്ഞെടുപ്പിൽ പറഞ്ഞുകൊണ്ട് ആ ഇവിടുത്തെ പൊതുസമൂഹത്തിൻ്റെ ഒരു വികാരത്തെ ഇളക്കി വിട്ടുകൊണ്ട് ഞങ്ങളാണ് ഇതിൻ്റെ ആളുകൾ, നിങ്ങളെ സംരക്ഷിക്കുന്നത് ഞങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് തട്ടാനുള്ളൊരു തന്ത്രം എന്നുള്ളൊരപ്പുറത്തേക്ക് ഇന്ന് വരെ യഥാർത്ഥത്തിൽ മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ട സമയം കൂടിയാണിത്. അവിടെയാണ് ഞങ്ങൾ പറയുന്നത് എന്തുകൊണ്ട് ശ്രീപ്രകാശ് എന്നുള്ള ചോദ്യത്തിന് മറുപടി. ഈ രണ്ട് മുന്നണികൾ ആരെ ജയിപ്പിച്ച് വിട്ടാലും ഒരു MP എന്നുള്ളതിനപ്പുറത്തേക്ക് വേറൊന്നും സംഭവിക്കാൻ പോകുന്നത്. അതല്ല എങ്കിൽ BJPയിലേക്ക് പിന്തുണ കൊടുത്ത് വന്ന് ഞങ്ങൾക്കൊരു മന്ത്രിസ്ഥാനം വേണമെന്ന് ആവശ്യപ്പെടാൻ ഇവർ തയ്യാറുണ്ടെങ്കിലൊക്കെ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ NDAയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചാൽ ഞാൻ പറഞ്ഞോട്ടെ NDAയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചാൽ ഒരു MP എന്നുള്ളതിലപ്പുറത്തേക്ക് ഒരു കേന്ദ്രമന്ത്രിയെ നൽകുമെന്നാണ് NDAയുടെ പറയുന്നത്. CH ആഷിഖ് ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു ആരോപണം ലീഗിൻ്റെ വർഗീയതയെക്കുറിച്ച് തന്നെയാണ്. മറുപടി പറയാം. അല്ല, ഞാൻ ആദ്യം ഒന്ന് പറയട്ടെ. ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്നത് മതനിരാസമല്ല. മതവിശ്വാസികളായിക്കൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് അനുസൃതമായി സഹവർത്തിത്വത്തോടു കൂടി ജീവിക്കുന്നതാണ് മതേതരത്വം. 51 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത് 51 കോടി ജനങ്ങളുള്ള ഒരു മതവിഭാഗത്തിന് 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 51 കോടി ജനങ്ങളുള്ള ഒരു
ആ മതേതരത്വം മുസ്ലിം ലീഗ് 6 പതിറ്റാണ്ട് കാലം പൂർണ്ണമായി പാലിച്ചതുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ എല്ലാ വിലയിരുത്തലുകൾക്കും ശേഷം ദേശീയ തലത്തിൽ കോണിച്ചിഹ്നം അനുവദിച്ചുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ഒരു പാർട്ടിയായി അംഗീകരിച്ചത്. പിന്നെ ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായവരാണ്. ഇസ്മായിൽ സാഹിബും ഫോക്കർ സാഹിബും ഒക്കെ. ഞങ്ങൾക്ക് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന എന്താണെന്നറിയാം. രാജ്യത്തെ മതേതര കക്ഷികൾ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഈ രാജ്യത്ത് BJP വളർത്തിയില്ല. വളർത്തിയതാരാ? ഇന്ത്യ രാജ്യത്ത് ആദ്യമായി ഭാരതീയ ജനസംഘത്തിന് 2 അംഗങ്ങളുണ്ടായിരുന്നു, അടൽ ബിഹാരി വാജ്പേയിയും ലാൽ കൃഷ്ണ അദ്വാനിയും. മൊറാർജി ദേശായിയുടെ ഗവൺമെൻറ്റിൽ ആദ്യമായി ഒരാൾ വാർത്താ പ്രക്ഷേപണ മന്ത്രിയും ഒരാൾ വിദേശകാര്യമന്ത്രിയുമായി. അവരെ പിന്തുണച്ച് CPM ആണ്. അന്ന് ഞങ്ങളുടെ നേതാവ് CH-നോട് നിങ്ങളെ നിലപാട് എന്താണെന്ന് ചോദിച്ചപ്പോൾ ബഹറിൽ മുസല്ലയിട്ട് നമസ്കരിച്ചാലും RSSനെ വിശ്വസിക്കില്ല എന്നാണ് അന്ന് CH മറുപടി. എൻ്റെ മാന്യ സുഹൃത്ത് പറഞ്ഞത് AKG പ്രതിപക്ഷ നേതാവായിരുന്ന കഥയാണ്. അന്ന് ഇന്ത്യ രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് മാത്രം ഒരു തവണ 2 വർഷത്തെ അധികാരമാണ് CPM-ന് അന്ന് കിട്ടിയത്, അന്നത്തെ പാർട്ടിക്ക്. എന്നാൽ അതിന് ശേഷമാണ് ഇന്ത്യ രാജ്യത്തെ 3 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടിയായിട്ട് CPM വളർന്നത്. അപ്പോൾ വളർന്ന കഥയും ഉണ്ട്. എൻ്റെ പ്രിയ സുഹൃത്ത് പറഞ്ഞു മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണ്, അതുകൊണ്ടാണ് കോണിച്ചിഹ്നം കൊടുത്തതെന്ന്. അപ്പോൾ BJPക്ക് താമര കൊടുത്തത് മതേതര പാർട്ടി ആയതുകൊണ്ടാണ്. അങ്ങനെയാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുക്കുക? അങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ രൂപത്തിൽ എനിക്ക് അബ്ദുറഹ്മാൻ രണ്ടത്താണിയോടാണ് ചോദ്യം. CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് LDF ഗവൺമെൻറ്റിൻ്റെ വിലയിരുത്തലാവും. അതുതന്നെയാണോ UDF-ൻ്റെ ഈ തെരഞ്ഞെടുപ്പ് വിലയിരുത്തൽ? അതായത് ഈ ഭരണത്തിന് എതിരായിട്ടുള്ളൊരു വിലയിരുത്തലാണോ UDF-ൻ്റെ ഇതെന്നാണ് അറിയാം. അല്ല, ഒന്ന് ഞാൻ ആദ്യം പറയട്ടെ. കോടിയേരി ബാലകൃഷ്ണൻ ആദ്യം പറഞ്ഞല്ല പിന്നെ പറഞ്ഞു. ആദ്യം പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഭരണത്തിന് അനുകൂലമായി വിധിയെഴുത്താവും. പിന്നെ പറഞ്ഞു ആദ്യം കിട്ടിയ വോട്ടിനേക്കാൾ 1 വോട്ടെങ്കിലും അധികം കിട്ടിയാൽ അത് ഞങ്ങളെ വിജയമായി കണക്കാക്കും. അപ്പോൾ വളരെ വ്യക്തമായി തന്നെ മുൻകൂർ ജാമ്യം എടുത്തു കഴിഞ്ഞു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിൽ യാതൊരു വ്യത്യാസവുമില്ല. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഏതെങ്കിലും ഞങ്ങൾ മതേതര കക്ഷി എന്ന് പറഞ്ഞുകൊണ്ട് ചിലരുടെ വർഗീയത ഈ നാട്ടിലെ ജനങ്ങൾക്കൊക്കെ അറിയാം. പാഷാണത്തിന് മുകളിൽ അമൃത് എന്ന് എഴുതിയത് കൊണ്ട് അതിൽ വിഷമില്ലാതാകുന്നില്ല എന്ന കാര്യം കൂടി തിരിച്ചറിയുക. ഒരു കാര്യം തിരിച്ചു ചോദിക്കുകയാണെങ്കിൽ ഈ 1,94,000-ൽ പരം ഭൂരിപക്ഷമാണ് അഹമ്മദിന് ലഭിച്ചത്. അതിൽ 1 വോട്ട് കുറഞ്ഞാൽ അത് ലീഗിൻ്റെ പരാജയമാണോ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വോട്ടിൻ്റെ എണ്ണത്തിന് വർധന വരുന്നുണ്ടല്ലോ. വോട്ടിൻ്റെ എണ്ണത്തിന് വർധന വരുന്നുണ്ട്. ആ വർധനവിനനുസൃതമായാണ് വോട്ട് വരിക. യാതൊരു സംശയം വേണ്ട. ഈ രാജ്യത്ത് വർഗീയതയെ ചെറുക്കുന്ന കാര്യത്തിലും കേരളത്തിൻ്റെ മലപ്പുറം മോഡലായി PK കുഞ്ഞാലിക്കുട്ടിയുടെ വിജയം മാറും. പാർലമെൻറ്റിലേക്ക് ഒരു പ്രതിനിധി പറഞ്ഞേക്കാനാണ് നമ്മൾ. ഈ പാർലമെൻറ്റ് ഇത്രയും കാലം 6 പതിറ്റാണ്ട് കാലമായിട്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തിന് ശേഷം ഞങ്ങൾ 2 പതിറ്റാണ്ടോളം ഈ നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാതയെ സംബന്ധിച്ച് പറഞ്ഞു. പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, ഈ ചെറിയ 66 കിലോമീറ്ററിൽ 6 സ്റ്റേഷനുകളുണ്ടായിരുന്നു ഈ ചെറിയ സ്ഥലത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്ത്. അത് തരം താഴ്ത്തി ടിക്കറ്റ് ഏജൻസി ആക്കിയപ്പോഴും ആ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ എന്ന് മാത്രമാണ് അന്ന് കഴിഞ്ഞ കാല ഭരണത്തോട് പറയല്. ഇപ്പോൾ ഇതിൻ്റെ NDAയുടെ ആളുകളുണ്ടല്ലോ, അവരോടും പറയുന്ന നിങ്ങളുടെ നേതാക്കൾക്ക് കൊടുത്തിട്ടുണ്ട്. റെയിൽവേയുടെ അധീനതയില്ലേ ഒരു റോഡ് വരെ പാസ്സാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി നിങ്ങൾക്കും എന്താണ് പറയാനുള്ളതെന്ന് ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. റെയിൽവേ വികസനത്തിൻ്റെ കാര്യത്തിൽ എന്താണ് UDF ചെയ്തത്? ഒരു വളരെ കാര്യമായിട്ടൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ മലപ്പുറം ജില്ലക്ക് അംഗീകാരം കിട്ടുന്ന ഘട്ടത്തിൽ ഈ മലപ്പുറം ജില്ല ഇങ്ങനെയാണോ? ഒരു കോളേജ് പോലും ഇല്ലാത്ത ജില്ലയാണ്. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കോളേജുകളുള്ള 5 യൂണിവേഴ്സിറ്റിയുള്ള ജില്ലയാണ് മലപ്പുറം. കോഴിക്കോട് വിമാനത്താവളം ഞങ്ങളുടെ MP ആയി PV അബ്ദുൽ വഹാബ് ചെയർമാനായുള്ള മഡാക്കാണ് അതിന് തുടക്കം കുറിച്ചത്. ആ എയർപോർട്ട് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് മാറിയപ്പോൾ അന്ന് അച്യുതാനന്ദൻ്റെ പ്രസ്താവന വന്നു, ഇത് അധോലോകത്തുള്ളവർക്ക് പറക്കാനുള്ളതാണ്. ആരും മറന്നിട്ടില്ല. ഇന്ന് ആ എയർപോർട്ട് അന്താരാഷ്ട്ര വിമാനത്താവളമായി മാറി. അതിൻ്റെ ഹജ്ജ് ഇംബാർക്കേഷൻ പോയിൻ്റായി തിരഞ്ഞെടുത്തു. ആ ഹജ്ജ് ഇംബാർക്കേഷൻ പോയിൻ്റ് കാർപ്പറ്റ് ചിപ്പിങ്ങിന് വേണ്ടി നിർത്തിയിട്ട് രണ്ടാമത് തിരിച്ചു കൊണ്ടുവരാൻ പോലും കേരളത്തിലെ ഇടതുമുന്നണി സർക്കാർ കഴിഞ്ഞിട്ടില്ല. വളരെ കൃത്യമായതാണ്. അതുപോലെ തന്നെയാണ് റെയിൽവേ വികസനം. ഒരുപാട് നിങ്ങൾക്കറിയാം, ഒരു കാലഘട്ടത്തിൽ തിരുവനന്തപുരം മുതൽ മംഗലാപുരം വരെ സിംഗിൾ ലൈനായിരുന്നു. ഇന്ന് ഡബിൾ ലൈനായി ഉയർത്തി പൂർണ്ണമായി ഇലക്ട്രിഫിക്കേഷൻ കഴിഞ്ഞു. മാതൃകാ റെയിൽവേ സ്റ്റേഷനുകൾ വന്നു. ഈ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ പോലും ഈ രീതിയിൽ വളർന്നത് ഏത് കാലഘട്ടത്തിലാണ്? ഞാൻ അദ്ദേഹം പറഞ്ഞതിന് ചെറുതാക്കിയല്ല, നഞ്ചങ്കോട് ഒരു വലിയ ആശയമാണ്. കാരണം ബാംഗ്ലൂരിലേക്കാണ് നമ്മുടെ കുട്ടികൾ കൂടുതൽ പഠിക്കാൻ പോകുന്നത്. ബാംഗ്ലൂരിലേക്കും നമുക്ക് പഠിക്കാൻ അവസരം പോകാനും എളുപ്പത്തിലുള്ള ഗതാഗതം ഉണ്ടാകണം. പെരിന്തൽമണ്ണയുടെ വളർച്ചയ്ക്ക്, ഏറനാടിൻ്റെ വളർച്ച, ഈ വള്ളുവനാടിൻ്റെ വളർച്ചയ്ക്ക് തീർച്ചയായും നഞ്ചങ്കോട് വരും. നഞ്ചങ്കോടിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ എന്നും ഞങ്ങൾ പാർലമെൻറ്റിൽ ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാകും. ഒരു സംശയമാർക്ക് വേണ്ട. ഈ പറഞ്ഞ പോലുള്ള വികസനം മതിയോ? കരിപ്പൂർ വിമാനത്താവളത്തിൻ്റെ സ്ഥിതി എന്താ? കരിപ്പൂർ വിമാനത്താവളത്തിൽ
വലിയ വിമാനങ്ങൾ പറന്നു വന്നിരുന്നു. ഇപ്പോൾ വലിയ വിമാനങ്ങൾക്ക് പറന്നു വരാൻ കഴിയുന്നില്ല. നമ്മുടെ ആളുകൾ നെടുമ്പാശ്ശേരി പോയിട്ട് ഇറങ്ങുകയാണ്. റൺവേ വികസനത്തിന് ഒന്നും ചെയ്യാതെ 5 കൊല്ലം നിങ്ങൾ ഭരിച്ചല്ലോ. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ പാർട്ടികളുടെയും യോഗം വിളിച്ചു. ത്വരിതഗതിയിൽ ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികൾ നീക്കി. ഇപ്പോഴാണ് ആ വിമാനത്താവളം രക്ഷപ്പെടുമെന്നുള്ള ഒരു പ്രതീതിയെങ്കിലും ഉണ്ടാക്കിയത് ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ്. കേന്ദ്ര സർക്കാരിനാണ് ഉത്തരവാദിത്തം. കരിപ്പൂർ വിമാനത്താവളത്തിൽ റൺവേ വികസനം പൂർത്തിയായിട്ടും അവിടെ വലിയ വിമാനങ്ങൾ ഇറക്കാനുള്ള അനുമതി നൽകുന്നില്ല. അതോടൊപ്പം തന്നെ റെയിൽവേയുടെ വികസനവും കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവാദിത്വം പ്രധാനപ്പെട്ടതാണ്. ഞാൻ അതിലേക്ക് വരുന്നതിന് 1-2 കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. നമ്മളൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ കാണും സസ്യേതര ഭോജനശാല. നമ്മളൊക്കെ വായിച്ചിട്ടുണ്ടാവും. അതിൻ്റെ അർത്ഥം സസ്യമല്ലാത്ത നോൺ വെജിറ്റേറിയൻ അർത്ഥം. അപ്പോൾ ഈ മതേതരത്വം എന്ന് പറഞ്ഞാൽ മതമില്ലാത്തത്. നിങ്ങൾക്കൊക്കെ മതം ഉണ്ടോ അല്ലേ? അതൊന്നും പറഞ്ഞാൽ തിരക്കിടില്ല. മതം ഉണ്ടോ? ഉണ്ടല്ലോ. അപ്പോൾ ഈ മതേതരത്വം എന്ന് പറഞ്ഞാൽ മതമില്ലാത്തതെന്നാണ്. മുസ്ലിം ലീഗും UDF-ഉം അതുപോലെ LDF-ഉം മതമില്ലാത്ത കാര്യത്തിലാണ് നടക്കുന്നത്. ആണോ? മതേതരത്വം എന്ന് പറഞ്ഞാൽ മതമല്ലാത്തതിന്. പക്ഷേ BJP ദേശീയ ജനാധിപത്യ സഖ്യം പറയുന്നത് മതേതരത്വമല്ല, സർവ്വമത സമഭാവന എന്നാണ് ഞങ്ങൾ പറയുന്നത്. സർവ്വമത സമഭാവന വിട്ടിട്ട് ഞങ്ങളും അത്യാവശ്യം പഠിച്ചിട്ടല്ലേ ഇവിടെ വന്നേക്കണത്. നിങ്ങൾക്ക് മാത്രം നിങ്ങൾ പറയണ മാത്രം അംഗീകരിച്ച് കേട്ട് പോകാൻ വന്നതല്ല. ഞങ്ങൾക്ക് പറയാനുള്ളൂ, പറഞ്ഞിട്ട് തന്നെ പോകാൻ വേണ്ടിയാണ് വന്നത്. അതിനും നിങ്ങൾ വർത്താനം പറയണ്ട, ഞങ്ങൾ പറയട്ടെ. എന്താണ് കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്ര അസഹിഷ്ണുത? എന്താ നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ട്? ഞങ്ങൾ പറഞ്ഞോട്ടെ, നിങ്ങൾ കേട്ടെ. നഞ്ചങ്കോട് ഏത് ഗവൺമെന്റിന്റെ കാലത്താണ് സർവേ ആരംഭിച്ചത്? നിങ്ങളൊന്ന് പറയണം. നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളാണല്ലോ. വാജ്പേയി ഗവൺമെന്റിന്റെ കാലത്താണ് ആദ്യമായിട്ട് നഞ്ചൻകോട് റെയിൽവേ വികസനം പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ പറയണ്ട. അതിൻ്റെ സർവേ നടത്തിയത് രാജഗോപാൽ റെയിൽവേ മന്ത്രി ആയപ്പോഴാണ് അതിനുള്ള സർവേ നടത്തിയിട്ടുള്ളത്. അതിനെന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് കൃത്യമായ തെളിവുണ്ട്.